ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇന്ന് ഞാൻ ഡേ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളായ കാരണം ഇന്ന് ഞാൻ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയും കിട്ടി, കൂടെ തന്നെ നമുക്ക് കുറച്ച് മാങ്ങഞ്ചിയും കിട്ടിയിട്ടാണ്. അപ്പോൾ ഈ വെറും മാങ്ങഞ്ചി ഒരു ചവർപ്പ് പോലെയാണല്ലോ. അപ്പം അതിൽ കൂടെ അത് പുളിയില്ലല്ലോ, അപ്പം അതിൽ കൂടെ രണ്ടും കൂടി ചേരണം കേട്ടോ. പുളി ഇല്ലാത്തതിൻ്റെ ഈ മാങ്ങഞ്ചിയുടെ കൂടെ പുളിയുള്ള മാങ്ങയും കൂടി ചേരുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ചെത്തുമാങ്ങയായിട്ടാണ് ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാങ്ങഞ്ചി ഞാൻ ചെത്തിയിട്ട് തന്നെ ഇട്ടെടുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ചിപ്സൊക്കെ ചീകണേ അത് വെച്ചിട്ട് ചീകി കനം കുറച്ചെടുത്തതാട്ടാ. അപ്പോൾ മാങ്ങ ഉപ്പിട്ട് കണ്ടപ്പോൾ തന്നെ വായയിൽ വെള്ളം വന്നിട്ടാണ്. അപ്പോൾ മാങ്ങ ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടാണ്. അപ്പോൾ ആ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് പിന്നെ അത് എളുപ്പമായിട്ടാ, വെള്ളമായല്ലോ. അങ്ങനെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് നല്ലെണ്ണയൊക്കെ എത്രയും ഒഴിക്കണം അത്രയും നല്ല എണ്ണ കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അച്ചാർ ഇട്ടപ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ചോറുണ്ടെങ്കിൽ വെറും അച്ചാർ ഈ മക്കൾ ഉച്ചയ്ക്കുള്ള ഊണിലൊക്കെ വെറും അച്ചാറൊക്കെ കൊണ്ടുപോകണം മക്കളുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അച്ചാറും ഒരു മുട്ടയോ പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് മതിയിട്ടാ. അങ്ങനെ അത് ഉള്ളിയൊക്കെ ഒന്ന് ഉപ്പായതിൻ്റെ ശേഷം പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിരിയമുളകിൻ്റെ പൊടിയും സാധാ എരിവുള്ള മുളകും പൊടി രണ്ടും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ മാങ്ങഞ്ചിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചി ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മാങ്ങ നമ്മൾ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മാങ്ങഞ്ചിയും മാങ്ങ കൂടിയിട്ട് അച്ചാറിടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കട്ടാ, ഒരു രക്ഷയില്ല. അങ്ങനെ മാങ്ങയൊക്കെ ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാങ്ങഞ്ചി പുളിയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ സുർക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ മാങ്ങഞ്ചിയൊക്കെ ഒന്ന് പുളിയായി വരണ്ടേ. ആവശ്യത്തിനുള്ള ഉപ്പും വേണം കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ട് വെച്ചെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഉപ്പ് മുന്തി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് അച്ചാർ സെറ്റായി വരുമ്പോൾ ഉപ്പ് പാകാവുള്ളൂ. അപ്പോൾ തിളച്ച ഉടനെ ഓഫാക്കണം കേട്ടോ. ഒന്നുകൊണ്ട് തിള വന്നാൽ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ചട്ടി ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പച്ച കടുക് പൊടിച്ചതാട്ടാ. മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. കൂടെ തന്നെ ഒരു1/2 സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ആ ചട്ടിയുടെ ചൂട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അന്നോ പിറ്റേ ദിവസമോ എപ്പോൾ വേണമെങ്കിലും കൂട്ടി തുടങ്ങാം കേട്ടോ. അല്ലാതെ കുറച്ച് കഴിയാനൊന്നും നിൽക്കണ്ട. ഇവിടെ അത് വെച്ചപ്പോൾ തന്നെ മക്കൾ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ശകലം ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഞാൻ ശകലം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഓക്കെ, ബൈ.